നമസ്കാരം. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെതിരെ നടത്തിയ 40 നാൾ നീണ്ട യുദ്ധം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിലെത്തി എങ്കിലും പശ്ചിമേഷ്യയിൽ ഇപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ഇസ്രയേൽ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ 250 പേർ കൊല്ലപ്പെട്ടത് നിലവിലെ സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനു മറുപടിയായി, അതായത് അടിച്ചാൽ തിരിച്ചടി, അതുകൊണ്ട് തന്നെയാണ് ഇതിനു മറുപടിയായി ഇറാൻ അയൽ രാജ്യങ്ങളിലേക്ക് മിസൈൽ അയക്കുകയും ലെബനനിലെ ആക്രമണം തുടർന്നാൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. താൽക്കാലിക ശാന്തിയുണ്ടായി എന്ന പൊതുധാരണ നിലനിൽക്കെയാണ് അമേരിക്കൻ സൈന്യം ഇറാൻ സമീപം തുടരുമെന്നും അടുത്ത അധിനിവേശത്തിന് തയ്യാറെടുക്കുമെന്നും ആവശ്യപ്പെട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ലോകത്തെ വീണ്ടും മുൾമുനയിൽ നിർത്തുന്നത്. ഇറാന് ചുറ്റുമുള്ള അമേരിക്കൻ സൈനിക വിന്യാസം തുടരുമെന്നും അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മുൻപെങ്ങും കണ്ടില്ലാത്ത വിധം ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ വക ഭീഷണിയും.